come here today to give you good news. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് സുവാർത്ത നൽകുവാൻ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നു. I give you good news of great joy. മഹത്തായ സന്തോഷത്തിന്റെ സുവാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. We are members together of a family that stretches across the whole wide world. സാർവലൗകികമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾ എന്നുള്ള നിലയിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. We are members together of the Church of God. ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളായിട്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. Which means that we are members together of the family of God. അതായത് നാം ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗങ്ങളായി ഭവനക്കാരായി കൂടി വന്നിരിക്കുന്നു. We are brothers and sisters together. നാം ഒരുമിച്ച് കർത്താവിൽ ദൈവത്തിൽ സഹോദരീ സഹോദരങ്ങളാണ്. We are brothers and sisters together because together we call our God our Father. നമ്മുടെ ദൈവത്തെ നാം പിതാവ് എന്ന് വിളിക്കുന്നതിനാലാണ് നാം എല്ലാവരും സഹോദരീ സഹോദരങ്ങളായിരിക്കുന്നത്. Jesus Christ is the Son of God, but because he became a human being, he became our brother. യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനെങ്കിലും അവനൊരു മനുഷ്യനായി തീർന്നതുകൊണ്ട് അവൻ നമുക്ക് സഹോദരനായിരിക്കുന്നു. And through his cross and through his resurrection, he has made us his brothers and sisters. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലൂടെയും അവന്റെ ഉത്ഥാനത്തിലൂടെയും അവൻ നമ്മെ തന്റെ സഹോദരീ സഹോദരങ്ങളാക്കി തീർത്തിരിക്കുന്നു. He has made us what he is, a beloved child of God. യേശു കർത്താവ് ദൈവത്തിന്റെ ഒരു സ്നേഹമുള്ള മകനായിരിക്കുന്ന പോലെ നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി യേശു കർത്താവ് തീർത്തിരിക്കുകയാണ്. And that is good news. അതാണ് നമുക്ക് ലഭിക്കുന്ന സുവാർത്ത. Together we belong as one family to our Father, to the God and Father of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നാം എല്ലാവരും മക്കളും പരസ്പരം സഹോദരങ്ങളുമായിരിക്കുന്നു. Most of you were born here in Kerala. നിങ്ങളിൽ അധികം പേരും ഇവിടെ കേരളത്തിൽ ജനിച്ചവരാണ്. Most of your ancestors will have been born here in Kerala. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും പൂർവ്വമാതാക്കളും ഇവിടെ കേരളത്തിൽ ജനിച്ചവരായിരിക്കാം. But before yesterday morning, I had never been to India before. ഇന്നലെ രാവിലേക്ക് മുമ്പ് ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടില്ല. I have lived all of my life in Europe. ഞാൻ എന്റെ ജീവിതം മുഴുവനും യൂറോപ്പിലാണ് ചിലവഴിച്ചിട്ടുള്ളത്. My ancestors are all buried in England. എന്റെ പൂർവ്വ മാതാപിതാക്കൾ എല്ലാവരും ഇംഗ്ലണ്ടിലാണ് കബറടക്കപ്പെട്ടിട്ടുള്ളത്. But we are brothers and sisters. എന്നാൽ നമ്മളെല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്. We are members together of a family that stretches across the whole wide world. ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്. Today I bring you greetings not just from Europe but from Africa. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നത് യൂറോപ്പിൽ നിന്ന് മാത്രമല്ല ആഫ്രിക്കയിൽ നിന്നുകൂടെയുള്ള വിശ്വാസികളുടെ പേരിലാണ്. The chairman of the Council of Anglican Provinces in Africa sends you his greetings. ആഫ്രിക്കയിലെ ക്രിസ്തീയ സഭകളുടെ കൗൺസിലിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ അഭിവാദനങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. He sends you his greetings on behalf of millions of Christians in Africa. ആഫ്രിക്കയിലെ ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ പേരിൽ നിങ്ങൾക്ക് ആശംസകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. And today I bring you greetings from Church Mission Society in England. ഇംഗ്ലണ്ടിലെ ചർച്ച് മിഷണറി സൊസൈറ്റിയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. Church Mission Society, which I am proud and privileged to lead, has a long association with the Martoma Church. ഇന്ന് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് മാർത്തോമാ സഭയുമായി വളരെ ദീർഘമായ ബന്ധമുണ്ട്. We are in partnership with the Martoma Evangelistic Association. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘവുമായി ഞങ്ങൾക്ക് സഖ്യതയുണ്ട്. We played our part in the reformation of the church 175 years ago. 175 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സഭാ നവീകരണം ഉണ്ടാക്കുന്നതിൽ ഞങ്ങളുടേതായ പങ്ക് ഈ സഭയിൽ വഹിച്ചിട്ടുണ്ട്. And we have worked with many other churches in India, including CSI. CSI സഭ ഉൾപ്പെടെയുള്ള മറ്റ് സഭകളുമായി ഇന്ത്യയിലുള്ള മറ്റു സഭകളുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണുള്ളത്. I rejoice in our partnership in the good news of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവാർത്ത അറിയിക്കുന്നതിലുള്ള നമ്മുടെ സഖ്യതയെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. And I'm so grateful to have been asked to speak to you this year.
ഈ വർഷം ഈ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കപ്പെട്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. It is one of the great privileges of my life, and I thank you. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവികളിൽ ഒന്നാണിത്. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. But above all, I rejoice that together we are members of one family that stretches across the whole wide world. എന്നാൽ ലോകവ്യാപകമായി പരന്നുകിടക്കുന്ന ഒരു കുടുംബത്തിന്റെ അംഗം, ഒരേ കുടുംബത്തിന്റെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ അതേ കുടുംബത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങളെ എല്ലാവരെയും അതിലെല്ലാം ഉപരിയായി അഭിവാദനം ചെയ്യുകയാണ്. Together we belong as one family to our Father, to the God and Father of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിൽ നമ്മളെല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ് എന്ന് ഓർക്കുക. The Martoma Church is a special part of the Church of God. ദൈവത്തിന്റെ സഭയിൽ മാർത്തോമ സഭയ്ക്ക് പ്രത്യേകമായ ഒരു പങ്കുണ്ട്. You have much to teach the rest of God's church. ദൈവത്തിന്റെ സഭയുടെ മറ്റ് ഭാഗങ്ങളെ തീർച്ചയായും മാർത്തോമ സഭയ്ക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടുണ്ട്. But you are one part of the Church of God. എന്നാൽ ദൈവസഭയുടെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് ഓർക്കണം. My church, the Anglican Church, is one part of the family of God. അതുപോലെ എന്റെ സഭയായ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത് ദൈവസഭയുടെ ഒരു ഭാഗമാണ്. There are all sorts of Christians in that family. നമ്മുടെ ഈ കുടുംബത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള സഭകളുണ്ട്. There are Syrian Christians and Orthodox Christians and Catholic Christians. സുറിയാനി ക്രിസ്ത്യാനികളുണ്ട്, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുണ്ട്, കത്തോലിക്ക ക്രിസ്ത്യാനികളുണ്ട്. There are Reformed Christians and Presbyterian Christians and Pentecostal Christians. പ്രസ്ബിറ്റീരിയൻ ക്രിസ്ത്യാനികളുണ്ട്, റിഫോംഡ് ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളുണ്ട്. But there is only one God and Father of our Lord Jesus Christ. എന്നാൽ നമ്മുടെ പിതാവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം എന്ന ഒരു ദൈവം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. So there is only one family of God. അതുകൊണ്ട് ദൈവത്തിന് ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. And we belong to one family that stretches across the whole wide world. ലോകവ്യാപകമായി കിടക്കുന്ന ആ കുടുംബത്തിന്റെ അംഗങ്ങളാണ് നാം എല്ലാവരും. I rejoice that many different churches are represented here today. ഇന്ന് ഇവിടെ വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ പ്രതിനിധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. And if you don't belong to any church, then be welcome here in the family of the great Marraman Convention. എന്നാൽ ഒരു സഭയുടെ അംഗങ്ങളല്ലാത്തവരെയും ഈ മാരാമൺ കൺവെൻഷന്റെ വലിയ കുടുംബത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. But why are we members together of the family of God? എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുന്നത്? What has happened to make us members of God's family? ദൈവത്തിന്റെ ഭവനക്കാരാക്കി തീർക്കുന്നതിന് എന്താണ് അതിന്റെ പിമ്പിൽ സംഭവിച്ച സംഭവങ്ങൾ? And now that we are members of God's family, what are we supposed to do? അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരെന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്? Those are the questions that we will be thinking about today. ഇന്ന് ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. And we will be answering those questions with the help of the reading we heard earlier from the Acts of the Apostles. അപ്പോൾ അല്പസമയം മുമ്പ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നിന്ന് നാം കേട്ട വായനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ശ്രമിക്കുകയാണ്. But before we ask those questions, before we think about the reading, let us pray. എന്നാൽ ഈ രണ്ട് ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ വിചിന്തനം നടത്തുന്നതിന് മുമ്പായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Our loving God and Heavenly Father, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, we thank you that you are our Father and that we are your children. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവും ഞങ്ങൾ അങ്ങയുടെ മക്കളുമായിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. We thank you for your fatherly love which blesses us, helps us and encourages us. ഞങ്ങളെ നിരന്തരമായി അനുഗ്രഹിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആ വലിയ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം. And we thank you, Father, for your word. കർത്താവേ, നിന്റെ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Help us to receive it for what it truly is, your holy, inspired word. കർത്താവേ, വിശുദ്ധമായതും അങ്ങയാൽ നിവേശിതമായതുമായ തിരുവചനത്തെ ഉള്ളതുപോലെ ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. That we may hear your voice. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനാൽ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And walk as your children in your world. കർത്താവേ, ഈ ലോകത്തിൽ അങ്ങയുടെ മക്കളായി നടക്കുന്നതിന് അത് മുഖാന്തരം ഞങ്ങൾക്ക് ഇടയാകണമേ. We ask it in the name of our friend and brother and Savior, Jesus Christ our Lord. ഞങ്ങളുടെ സ്നേഹിതനും ഞങ്ങളുടെ സഹോദരനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു. Amen. ആമേൻ. So, we are members together of the family of God. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവഭവനത്തിന്റെ അംഗങ്ങളാണ്. But what has happened to make us members
of God's family. നമ്മളെ ദൈവത്തിന്റെ ഭവനമാക്കുന്നതിന്റെ പിറകിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്? And now we are members of God's family. What are we supposed to do? ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരെന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? Let's begin with the first question. ആദ്യ ചോദ്യത്തിൽ നമുക്ക് ആരംഭിക്കാം. And we will begin with the very first words of the book of Acts. ഈ അപ്പോസ്തല പ്രവർത്തികളിലെ ആദ്യത്തെ ഈ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. St. Luke, who wrote this book, said this. ഇതെഴുതിയ വിശുദ്ധ ലൂക്കോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. In my first book, I wrote about all that Jesus began to do and teach. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രത്തിൽ യേശു അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. When St. Luke talks about the first book, which book does he mean? ഇവിടെ വിശുദ്ധ ലൂക്കോസ് 1-ാമത്തെ പുസ്തകം എന്ന് സൂചിപ്പിക്കുമ്പോൾ ഏത് പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്? He means, of course, his gospel, the gospel of St. Luke. തീർച്ചയായും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് 1-ാമത്തെ പുസ്തകം എന്നുള്ള തരത്തിൽ. St. Luke wrote 2 books. വിശുദ്ധ ലൂക്കോസ് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. He wrote his gospel, which tells the story of Jesus' life up to his death and resurrection. യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച്, കർത്താവിന്റെ മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ചാണ് 1-ാമത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And his gospel includes wonderful stories about Jesus we don't find in the other gospels. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത ശ്രേഷ്ഠമായ ചില ഉപമകളും കഥകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. The visit of the angel Gabriel to Mary. ഗബ്രിയേൽ മാലാഖ വിശുദ്ധ കന്യകമാതാവിനെ സന്ദർശിക്കുന്നത് ഒരു കഥ. The visit of the shepherds to the baby Jesus. ശിശുവായ യേശുവിന്റെ അടുത്ത് ഇടയന്മാർ സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള മറ്റൊരു വിവരണം. The story of the prodigal son. ധൂർത്തപുത്രന്റെ നഷ്ടപ്പെട്ടുപോയ മുടിയനായ പുത്രനെ കുറിച്ചുള്ള കഥ മറ്റൊന്ന്. The story of the good Samaritan. നല്ല ശമരിയാക്കാരന്റെ കഥ മറ്റൊന്ന്. All these are stories we only find in St. Luke's first book. ഇവയെല്ലാം തന്നെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന വിവരണങ്ങളാണ്. But St. Luke wrote a second book. എന്നാൽ വിശുദ്ധ ലൂക്കോസ് 2-ാമത്തെ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു. The book we call the Acts of the Apostles. അതിനെ നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ എന്നാണ് വിളിക്കുന്നത്. And at the beginning of that book he writes, ആ പുസ്തകത്തിന്റെ അപ്പോസ്തല പ്രവർത്തികളുടെ ആരംഭത്തിൽ ലൂക്കോസ് ഇങ്ങനെ എഴുതുന്നു. In my first book I wrote about all that Jesus began to do and teach. യേശു തുടങ്ങിയതിനെ കുറിച്ചാണ്, ഉപദേശിച്ചും ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെ കുറിച്ചുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Did you hear that word began? തുടങ്ങിയ എന്നുള്ള ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? In the first book, the Gospel of St. Luke, we read about what Jesus began to do. ലൂക്കോസിന്റെ 1-ാം പുസ്തകമായ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. In the second book, the Acts of the Apostles, we read about what Jesus continued to do. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളിൽ അതിനുശേഷം കർത്താവ് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് ലഭിക്കുന്നു. So the book in our Bibles we call the Acts of the Apostles is the story of what Jesus continued to do. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികളിലെ വിവരണം യേശു കർത്താവ് തുടർമാനമായി തുടർന്നും ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. A lot of what he did through his apostles. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരിലൂടെ തുടർന്ന് നിർവഹിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. But it was Jesus who worked through his apostles. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരിലൂടെ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവർത്തികളുടെ ഇതിവൃത്തം. So it might be better if we called the book not the Acts of the Apostles, but the Acts of Jesus through his apostles. അതുകൊണ്ട് ഈ പുസ്തകത്തിനെ അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നതിനേക്കാൾ അപ്പോസ്തലന്മാരിലൂടെ യേശു ചെയ്ത പ്രവർത്തികൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. The apostles do great things in this book. അപ്പോസ്തലന്മാർ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതായി ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. But they only do great things because Jesus is at work in them. എന്നാൽ അവർക്ക് മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത് യേശു അവരിലൂടെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. This book, the Acts of the Apostles, is all about what Jesus did through the apostles. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികൾ എന്ന ഈ പുസ്തകത്തിൽ ശിഷ്യന്മാരിലൂടെ യേശു കർത്താവ് ചെയ്ത നടപടികളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. It is all about what Jesus did through his church. കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയിലൂടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്.
And Jesus is still at work in this world. യേശു കർത്താവ് ഇന്നും ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. He is still at work through his one holy, Catholic and apostolic church. ഏകവും വിശുദ്ധവും അപ്പസ്തോലികവും സാർവലൗകികവുമായ ഈ സഭയിലൂടെ കർത്താവ് ഇന്നും ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. He is still at work through us, his family. കർത്താവിന്റെ കുടുംബക്കാരായ ഭവനക്കാരായ നമ്മിലൂടെ കർത്താവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And that helps us to begin to answer our first question. ഈ ഒരു വിചിന്തനമാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനുള്ള ആരംഭം. What has happened to make us members of God's family? നമ്മളെ ദൈവത്തിന്റെ ഭവനക്കാരാക്കുന്നതിന് എന്താണ് ദൈവം ചെയ്തത്? Jesus has been at work through his family to make us members of that family. നമ്മെ ദൈവത്തിന്റെ ഭവനക്കാരാക്കുന്നതിന് യേശു തമ്പുരാൻ തന്റെ ശിഷ്യരിലൂടെ അല്ലെങ്കിൽ തന്റെ ഭവനക്കാരിലൂടെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ അറിയുക. I will say that again because it's very important. ഞാനത് വീണ്ടും പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. Jesus has been at work through his family യേശു തമ്പുരാൻ തന്റെ ഭവനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. to make us members of that family. യേശു കർത്താവിന്റെ ഭവനക്കാരായി നമ്മെ തീർക്കുന്നതിന് യേശു തന്റെ ഭവനത്തിലൂടെയാണ് ശുശ്രൂഷ ചെയ്തത്. I was not born a Christian. ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ച ആളല്ല. I became a Christian when I was 19 years old. 19 വയസ്സുള്ളപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയായി തീർന്ന ആളാണ്. People who were already Christians, people who were members of God's family. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭവനക്കാരായി നേരത്തെ തീർന്നിരുന്ന ക്രിസ്ത്യാനികളായ ചില ആളുകളാണ് എന്നോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. They made friends with me. അവര് എന്റെ സ്നേഹിതരായി. They told me about Jesus and everything he had done for me. യേശു കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും എന്റെ സ്നേഹിതരായ കർത്താവിന്റെ ഭവനക്കാർ എന്നോട് സംസാരിച്ചു. And not only that, they behaved like Jesus. അവര് എന്നോട് പറയുക മാത്രമല്ല ചെയ്തത്, യേശു പറഞ്ഞതിനനുസരണമായുള്ള പ്രവർത്തികൾ അവർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. They loved me and cared for me just like Jesus. യേശു കർത്താവ് എങ്ങനെ ചെയ്യുമോ അതുപോലെ യേശുവിന്റെ ഭവനക്കാരായ വിശ്വാസികൾ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കരുതുകയും ചെയ്തു. Jesus loved me and cared for me through my friends. എന്റെ സ്നേഹിതരിലൂടെ യേശു എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കരുതുകയും ചെയ്തു. So eventually I bowed down before Jesus and I gave myself to him. ക്രമേണ ഞാൻ യേശു കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ഞാൻ അവന്റേതായി തീരുകയും ചെയ്തു. So I too became part of God's family. ഞാനും അങ്ങനെയാണ് ക്രിസ്തുവിന്റെ ഭവനക്കാരനായി തീർന്നത്, ദൈവത്തിന്റെ ഭവനക്കാരനായി തീർന്നത്. I too became part of God's one holy, Catholic and apostolic church. ഏകവും വിശുദ്ധവും സാർവലൗകികവുമായ ഈ സഭയുടെ അംഗമായി ഞാനും അങ്ങനെയാണ് തീർന്നത്. Jesus worked through his family to make me a member of that family. യേശു കർത്താവ് തന്റെ സഭയിലൂടെ എന്നെ ആ സഭയുടെ അംഗമാക്കി തീർക്കുവാനുള്ള ശുശ്രൂഷ ചെയ്തു. He worked not just through their words, but through their lives. തന്നെ സ്നേഹിച്ച തന്റെ ഭവനക്കാരുടെ വാക്കുകളിലൂടെ മാത്രമല്ല, അവരുടെ ജീവിതം ആകമാനം എന്നെ കർത്താവിന്റെ ഭവനക്കാരനാക്കുന്നതിനുള്ള പ്രേരണയായിരുന്നു. How did you become a member of God's family, the church? നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ഭവനക്കാരായി തീർന്നത്, സഭയുടെ അംഗങ്ങളായി മാറിയത്? Maybe your parents or your grandparents or your friends spoke to you about Jesus. ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സ്നേഹിതരോ ഒക്കെ യേശു കർത്താവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. And we all need to hear about Jesus. യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടു. But I think they also showed you through their actions what Jesus is like. എന്നാൽ യേശു തമ്പുരാൻ എന്താണ് എന്ന് പറയുക, വാക്കുകൊണ്ട് പറയുക മാത്രമല്ല, അവരുടെ പ്രവൃത്തികളിലൂടെ യേശുവിന്റെ ഭാവം അവർ പ്രകടിപ്പിച്ചു എന്നാണ് എന്റെ വിശ്വാസം. They spoke about Jesus and they lived like Jesus. അവർ യേശുവിനെ കുറിച്ച് പറയുകയും അവർ യേശുവിനെ പോലെ ജീവിക്കുകയും ചെയ്തവരാണ്. Was that your experience? അതാണോ നിങ്ങളുടെ അനുഭവം? Whether you grew up in a Christian home or became a Christian later, if you think about it, I think you will find that is what it was like. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചതാണോ അതോ പിന്നീട് ക്രിസ്ത്യാനിയായി തീർന്നോ എന്നുള്ളൊരു കാര്യമല്ല. എന്നാൽ അങ്ങനെ ആയിത്തീരുന്നതിൽ തീർച്ചയായും നമ്മളെ സ്വാധീനിച്ചതായ ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗങ്ങളായ സഹവിശ്വാസികളുണ്ട്. People spoke about Jesus. People lived like Jesus. നമ്മളോട് യേശുവിനെ കുറിച്ച് പറയുകയും യേശുവിനെ പോലെ ജീവിക്കുകയും ചെയ്ത
നമ്മുടെ വിശ്വാസ സമൂഹം. So Jesus worked through his family to make you a member of that family. അതുകൊണ്ട് നിങ്ങളെ യേശുവിന്റെ ഭവനക്കാരാക്കുവാൻ യേശുവിനോടുകൂടെ നേരത്തെ ഭവനക്കാരായി തീർന്ന ആളുകളിലൂടെ യേശു തമ്പുരാൻ പ്രവർത്തിക്കുകയാണ്. And Jesus is still at work through his family, through his church today. ഇന്ന് യേശുവിന്റെ സഭയിലൂടെ യേശു തമ്പുരാൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. He is still at work through us today. ഇന്ന് നമ്മിലൂടെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And in a little while we will see just what it is he wants us to do. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ ഒരു ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അല്പസമയത്തിനുള്ളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. But before we answer the second question, let's think, how is it that Jesus is still at work through his church today? എന്നാൽ ഈ രണ്ടാമത്തെ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇന്ന് സഭയിലൂടെ യേശു കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചുരുങ്ങിയ നിമിഷം നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. How can Jesus still be at work today? എങ്ങനെയാണ് യേശുവിന് ഇന്നും പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്? Where I come from, in Europe, many people think that is a crazy idea. ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരാശയം ഒരു മണ്ടൻ ആശയമാണെന്ന് ഞാൻ കടന്നു വരുന്ന ഭൂവിഭാഗത്തിലെ ആളുകളിൽ നല്ലൊരു ശതമാനം ചിന്തിക്കുന്നുണ്ട്. They do not believe that Jesus is at work today. യേശു കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവിടെ ഒരു നല്ല പറ്റം ആളുകൾ ചിന്തിക്കുന്നില്ല. But we do. എന്നാൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. Why do we believe that Jesus is at work today? യേശു കർത്താവ് ഇന്നും പ്രവർത്തന നിരതനാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? We believe Jesus is at work today because we believe he is alive today. യേശു കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന്റെ കാരണം കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. St. Luke says this at the beginning of Acts. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭത്തിൽ ലൂക്കോസ് ഇങ്ങനെ പറയുന്നു. After his suffering, Jesus presented himself to them. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തു. And gave many convincing proofs that he was alive. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. How can Jesus still be at work today? എങ്ങനെയാണ് യേശു കർത്താവിന് ഇന്നും പ്രവർത്തന നിരതനാകുവാൻ കഴിയുന്നത്? Because he is alive. എന്തുകൊണ്ടെന്നാൽ യേശു തമ്പുരാൻ ജീവിക്കുന്നത് കൊണ്ടാണ്. Because he rose from the dead. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Hallelujah. Hallelujah. When at the end of St. Luke's Gospel, the women go to the tomb to anoint Jesus' body, the angels say this to them. ലൂക്കോസിന്റെ സുവിശേഷം അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ തൈലം പൂശാൻ പോകുമ്പോൾ ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, Why do you look for the living amongst the dead? നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? He is not here, but has risen. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Jesus is alive and well and at work in his church today. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് സഭയിലൂടെ അവൻ പ്രവർത്തന നിരതനാണ്. And here is another way in which Jesus is at work in his church today. യേശു കർത്താവ് സഭയിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു രീതിയുണ്ട്. St. Luke tells us that after he was raised from the dead, he gave instructions through the Holy Spirit to the apostles. നമ്മൾ വായിക്കുന്നു, കർത്താവ് ഉയർത്തതിന് ശേഷം പരിശുദ്ധാത്മാവിലൂടെ യേശു തമ്പുരാൻ അപ്പോസ്തലന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. Jesus, who was risen from the dead, told his church through his apostles what they should do. കർത്താവായ യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം തന്റെ അപ്പോസ്തലന്മാരിലൂടെ തന്റെ സഭയോട് തങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. He taught his church through his holy apostles so his church would know how to obey him. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ അപ്പോസ്തലന്മാരിലൂടെ എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകേണ്ടതെന്ന് കർത്താവ് സഭയെ പഠിപ്പിച്ചു. And today we must take Jesus' teaching seriously. എന്നാൽ ഇന്ന് നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ പ്രബോധനങ്ങളെ വളരെ കാര്യമായി ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. In the second chapter of the Acts of the Apostles, അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തില് St. Luke tells us this. ലൂക്കോസ് ഇങ്ങനെ പറയുന്നുണ്ട്, The members of the early church devoted themselves to the apostles' teaching. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾക്ക് ആദിമസഭയിലെ അംഗങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടു എന്നാണ് വായിക്കുന്നത്. And so God's church grew. അങ്ങനെയാണ് ദൈവത്തിന്റെ സഭ വളർന്നത്. And we must be devoted to the apostles' teaching.
if God's church is to grow. അതുകൊണ്ട് സഭകൾ വളരുന്നതിനായിട്ട് അപ്പസ്തോലിക ഉപദേശങ്ങളോട് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. If Jesus is to work through his church, adding people to his family, we must be devoted to the apostles' teaching. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയോട് ദിനംപ്രതി ആളുകൾ ചേർന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം എന്ന് നമ്മൾ ഓർക്കുക. Where do we find the apostles' teaching? എവിടെയാണ് നമ്മൾ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾ കാണുന്നത്? We find it in our Bibles. അത് നമ്മുടെ വേദപുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. We find it in the pages of the New Testament. പുതിയ നിയമത്തിന്റെ താളുകളിൽ നമ്മളത് കണ്ടെത്തുന്നു. The New Testament is the teaching of the apostles. പുതിയ നിയമം അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളുമാണ്. And their teaching is built upon the foundation of the Old Testament. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളും പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിന്റെ മേലാണ് പണിതിട്ടുള്ളത്. But let me ask you this, are you devoted to the apostles' teaching? അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളോട് നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ അതിന് കൊടുത്തിട്ടുണ്ടോ? Are you devoted to the teaching that Jesus gave his church that we find in his word? ഈ വചനത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളോട്, അപ്പോസ്തലന്മാരിലൂടെ പകർന്നു നൽകപ്പെട്ട പ്രബോധനങ്ങളോട് നമുക്ക് ശ്രദ്ധാപൂർവമായ ഭക്തിയുണ്ടോ? We must be devoted to God's word if we are to grow as Christians. നമ്മൾ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ മുതിർന്നു വളരണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ. We must be devoted to God's word if God's church is to grow. ഈ ക്രിസ്തുവിന്റെ സഭ വളരുന്നതിന് ക്രിസ്തുവിന്റെ വചനത്തോട് നമുക്ക് ശ്രദ്ധാപൂർവമായ ഒരു സമീപനമുണ്ടാവണം. If we devote ourselves to God's word, Jesus will work through his church. നമ്മളെ കർത്താവിന്റെ വചനത്തോട് ശ്രദ്ധാപൂർവമായ ഒരു പരിഗണന കാണിച്ചാൽ കർത്താവിന്റെ സഭ നമ്മിലൂടെ വളരും. And here is another really important way Jesus works in his church today. കർത്താവിന്റെ സഭയിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു രീതി ഇതാണ്. He gives his church a special gift. കർത്താവ് ഈ സഭയ്ക്ക് ഒരു പ്രത്യേകമായ വരം നൽകുകയാണ്. After his resurrection at the beginning of the Acts of the Apostles, Jesus says this. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഈ അപ്പോസ്തല നടപടികളുടെ ആരംഭത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: You will receive power when the Holy Spirit comes on you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. And you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. The living Lord Jesus gives the gift of the Holy Spirit to his church. ഇന്ന് ജീവിക്കുന്നവനായ യേശു കർത്താവ് ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തെ നൽകുകയാണ്. So he can continue to work in his church, through his church, in his world. ഈ ലോകത്തിൽ സഭയിലൂടെയും സഭ മുഖാന്തരവും കർത്താവിന് ഈ പരിശുദ്ധാത്മദാനത്തിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. Who is the Holy Spirit? ആരാണ് പരിശുദ്ധാത്മാവ്? He is the Spirit of Jesus. യേശുവിന്റെ അതേ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. He is Jesus' living, abiding presence in his church. കർത്താവിന്റെ സഭയിൽ യേശു പാർക്കുന്നതാണ്, യേശു വസിക്കുന്നതാണ് പരിശുദ്ധാത്മ അനുഭവം എന്ന് പറയുന്നത്. Jesus is at work in his church today because he has never left his church. യേശു കർത്താവ് ഇന്ന് ഈ സഭയിൽ പ്രവർത്തന നിരതനാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഒരിക്കലും കർത്താവ് ഈ സഭയെ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. He is risen from the dead. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He has taught his church through his apostles. തന്റെ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് തന്റെ സഭയെ പഠിപ്പിച്ചു. And now today he fills his church with his living presence through his Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തെ സഭയ്ക്ക് പകർന്നു നൽകപ്പെട്ടിരിക്കുകയാണ്. So what has happened to make us members of God's family? നമ്മളെ ദൈവഭവനത്തിന്റെ അംഗങ്ങളാക്കി തീർക്കുവാൻ എന്തൊക്കെയാണ് നടന്നത്? Jesus has been at work through his family to make us members of that family. തന്റെ ഭവനക്കാരിലൂടെ നമ്മെ തന്റെ ഭവന അവകാശികളാക്കുവാൻ യേശു കർത്താവ് പ്രവർത്തന നിരതനായിരുന്നു. He works through his family because he has risen from the dead. He is alive. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ അവൻ തന്റെ സഭയിലൂടെ ഇന്നും പ്രവർത്തിക്കുകയാണ്. He works through his family, in his family, through his holy word. ഈ വിശുദ്ധമായ വചനത്തിലൂടെ യേശു തമ്പുരാൻ ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു. He works through his family by his Holy Spirit. കർത്താവിന്റെ വിശുദ്ധ ആത്മാവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ യേശു തമ്പുരാൻ ഇന്നും പ്രവർത്തന നിരതനാണ്. And because Jesus does all that, today we are members of a family
that stretches across the whole wide world. പ്രിയപ്പെട്ടവരെ, ലോകവ്യാപകമായ സഭയുടെ അംഗങ്ങളായി നാം തീരുന്നത് യേശുതമ്പുരാൻ ഈ മുഖാന്തരങ്ങളിലൂടെ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. And through his worldwide family, Jesus is working to change his world. ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുന്നതിനായിട്ട് ലോകവ്യാപകമായിട്ടുള്ള തന്റെ ഭവനക്കാരിലൂടെ യേശുതമ്പുരാൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. But that brings us to our second question. ഇത് പറയുമ്പോഴാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. Now we are members of God's family. What are we to do? നമ്മൾ കർത്താവിന്റെ ഭവനക്കാരെന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Even though the disciples had been taught by Jesus, they didn't really know what God's plan was. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുവെങ്കിലും ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അവർക്ക് പൂർണ്ണമായി അറിയാമായിരുന്നില്ല. They asked Jesus a question. അവരതുകൊണ്ട് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. Lord, are you at this time going to restore the kingdom to Israel? കർത്താവേ, നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് ഈ കാലത്തോ എന്നാണ് ചോദ്യം. At that time, as I'm sure you know, Israel was a Roman colony. ആ കാലഘട്ടത്തിൽ, ഈ ചോദ്യം ചോദിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു റോമൻ പ്രവിശ്യയായിരുന്നു എന്ന് നമുക്കറിയാം. The disciples wanted to know if Jesus was going to launch an independence movement. ശിഷ്യന്മാര് അറിയുവാൻ ആഗ്രഹിച്ചത് യേശുതമ്പുരാൻ ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനം ആരംഭിക്കുമോ എന്നുള്ള ഒരു കാര്യമായിരുന്നു. Just as there was an independence movement here in India that got rid of the British. ഇന്ത്യക്ക് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നത് പോലെ ഒരു പ്രസ്ഥാനം യേശു ആരംഭിക്കുമോ എന്നാണ് ചോദ്യം. And led to independence in 1948. നമുക്കറിയാം, അങ്ങനെ ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. But that is not Jesus' plan for Israel. എന്നാൽ യേശുവിന് ഇസ്രായേലിനേക്കുള്ള പദ്ധതി അങ്ങനെയല്ല. അത് മാത്രമല്ല, Jesus has not got a plan for one country, he has a plan for the whole world. യേശു കർത്താവിന് ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല പദ്ധതിയുള്ളത്, ഈ മുഴുവൻ ലോകത്തെക്കുറിച്ചും യേശുവിനൊരു പദ്ധതിയുണ്ട്. So this is how Jesus answers their question. അതുകൊണ്ട് യേശു തമ്പുരാൻ ആ ചോദ്യത്തിന് ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്. It is not for you to know times or dates the Father has set by his own authority. പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുക എന്നുള്ളത് നിങ്ങൾക്കുള്ള കാര്യമല്ല. But you will receive power when the Holy Spirit comes on you. എന്നാൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ, and you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് യേശു അവരെ പഠിപ്പിക്കുകയാണ്. God has a plan for the whole world. അതുകൊണ്ട് യേശു തമ്പുരാന്, ദൈവത്തിന് ഈ മുഴുവൻ ലോകത്തെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. And he wants his apostles to be part of that big plan. തന്റെ അപ്പോസ്തലന്മാർ ആ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് യേശു ആഗ്രഹിച്ചത്. So he tells them, you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞത്. That is God's plan for his apostles. That is God's plan for his church. തന്റെ അപ്പോസ്തലന്മാരെ കുറിച്ചും ദൈവത്തിന്റെ സഭയെക്കുറിച്ചും കർത്താവിനുള്ള പദ്ധതി, ആഗ്രഹം ഈ സാക്ഷികളാവുക എന്നുള്ളത് തന്നെയാണ്. You will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. He wants us to be his witnesses. നമ്മൾ കർത്താവിന്റെ സാക്ഷികളാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Not just to speak about Jesus, but to live like Jesus. യേശു കർത്താവിനെ കുറിച്ച് പറയുക മാത്രമല്ല, യേശുവിനെ പോലെ ജീവിക്കുവാൻ അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. So that Jesus' living, loving presence is known in this world through his living, loving church. യേശുവിന്റെ ജീവിക്കുന്ന സ്നേഹ സാന്നിധ്യം ഇന്ന് ജീവിക്കുന്ന, സ്നേഹിക്കുന്ന സഭയിലൂടെ ഇവിടെ യാഥാർത്ഥ്യമായി അനുഭവപ്പെടുവാൻ ദൈവം ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. The book of the Acts of the Apostles tells the story of a living, loving church. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിക്കുന്നതും സ്നേഹിക്കുന്നതുമായ സഭയെക്കുറിച്ചാണ്. It tells the story of how the good news spread from Jerusalem through Judea and Samaria. യഹൂദയിലും ശമര്യയിലും കൂടെയൊക്കെ എങ്ങനെയാണ് ഈ കർത്താവിന്റെ സുവിശേഷം വ്യാപിച്ചത് എന്നുള്ള കഥയാണ് അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നത്. And onwards and outwards to Rome, the capital of the whole Roman Empire. റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന റോം വരെ എങ്ങനെയാണ് സുവിശേഷം എത്തിച്ചേർന്നത് എന്ന് അപ്പോസ്തല നടപടികളിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. It tells how the good news was shared first with the Jews. നമ്മൾ വായിക്കുന്നു, ഈ സുവാർത്ത ആദ്യം യഹൂദന്മാരോട് പങ്കുവച്ചു. But then it tells how the good news was shared with Gentiles, non-Jews, people like you and me. യഹൂദേതരായിട്ടുള്ള
വിദ്യാർത്ഥിരായിട്ടുള്ള ആളുകളോട് എങ്ങനെയാണ് ഈ സുവിശേഷം, ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തോട് എങ്ങനെയാണ് ഈ സുവിശേഷത്തിന്റെ പരിധിയിൽ യേശു തമ്പുരാൻ കൊണ്ടുവന്നത് എന്ന് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുകയാണ്. But the story of the spread of God's good news does not end at the end of the book of Acts. എന്നാൽ യേശുവിന്റെ സുവിശേഷത്തിന്റെ വ്യാപനം അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ പരിസമാപ്തിയോടുകൂടെ അവസാനിക്കുന്നില്ല. It continues after the book ends. ഈ പുസ്തകം അവസാനിച്ചു കഴിഞ്ഞിട്ടും യേശുവിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. And the good news spread to places other than Rome. റോമിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഈ സുവിശേഷം എത്തിച്ചേർന്നു. Mainly the book of Acts tells how the good news spread from Asia to Europe. ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ എങ്ങനെയാണ് സുവിശേഷം എത്തിച്ചേർന്നത് എന്നുള്ളതിന്റെ ഇതിവൃത്തമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ ഉള്ളത്. From the east to the west. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ എങ്ങനെ അത് എത്തിച്ചേർന്നുവെന്ന്. But the good news spread in other directions as well. എന്നാൽ മറ്റു ദിശകളിലേക്കും ഈ സുവിശേഷം കടന്നു ചെല്ലുകയുണ്ടായി. The good news spread further east. വീണ്ടും പൂർവ്വദേശങ്ങളിലേക്ക് സുവിശേഷം വന്നു. The apostle Thomas was standing right there when Jesus said, അപ്പോസ്തലനായ തോമസ് തീർച്ചയായിട്ടും കർത്താവിന്റെ ഈ അരുളപ്പാടുണ്ടായപ്പോൾ അതിന്റെ മധ്യത്തിലുണ്ടായിരുന്നുവല്ലോ. You will receive power when the Holy Spirit comes on you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നുള്ള അരുളപ്പാടുണ്ടായപ്പോൾ തോമസ് ഉണ്ടായിരുന്നു അവിടെ. And you will be my witnesses to the ends of the earth. ലോകത്തിന്റെ അതിർത്തികളോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞപ്പോൾ തോമസ് അപ്പോസ്തലൻ അത് കേട്ടിട്ടുണ്ട്. St. Thomas heard those words. അത് തോമസ് അപ്പോസ്തലൻ കേട്ടു. And he obeyed them. അതിനോട് അനുസരണം കാട്ടി. And the ancient stories tell us that he came here and founded the church that bears his name here in Kerala, the Martoma Church. അങ്ങനെയാണല്ലോ വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ പൈതൃകം പേറുന്ന സഭ ഈ മലങ്കരയിൽ സ്ഥാപിക്കപ്പെട്ടത്. But how did people like St. Thomas spread the good news? വിശുദ്ധ തോമസിനെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് സുവിശേഷം പ്രചരിപ്പിച്ചത്? The answer is that Jesus did it through them. അതിന്റെ ഉത്തരം ഇതാണ്, യേശു തമ്പുരാൻ ഈ ശിഷ്യന്മാരിലൂടെയാണ് അത് നിറവേറ്റിയത്. Jesus worked through them. യേശു തമ്പുരാൻ അവരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. Jesus gave them power to be his witnesses to the ends of the earth. തന്റെ സാക്ഷികളാകുവാൻ ലോകത്തിന്റെ അവസാനത്തോളം അറ്റത്തോളം തന്റെ സാക്ഷികളാകുവാനുള്ള ശക്തി ദൈവം ഈ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. Jesus gave them power not just to speak about him, but to live like him. യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ മാത്രമല്ല, യേശുവിനെ പോലെ ജീവിക്കുവാനുള്ള ശക്തി യേശു തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. So Jesus' living, loving presence is known in his world. അതുകൊണ്ട് യേശുവിന്റെ ജീവിക്കുന്ന സ്നേഹിക്കുന്ന സാന്നിധ്യം ഈ ലോകത്തിൽ അറിയപ്പെട്ടു. Through his living, loving church. യേശുവിന്റെ സാന്നിധ്യം ഈ ലോകത്തിൽ അറിയപ്പെടുന്നത് ജീവിക്കുന്ന സ്നേഹിക്കുന്ന കരുതുന്ന സഭയിലൂടെയാണ്. And what is true for St. Thomas and all the apostles is true for us today. വിശുദ്ധ തോമസ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാർക്കും യാഥാർത്ഥ്യമായി തീർന്ന കാര്യം ഇന്ന് നമുക്കെല്ലാവർക്കും അതുപോലെ ബാധകമായതും യാഥാർത്ഥ്യവുമായ കാര്യമാണ്. When Jesus said you will receive power, it was a prophecy and a promise. യേശു തമ്പുരാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു പ്രവചനവും അതുപോലെ തന്നെ ഒരു വാഗ്ദത്തവുമായിരുന്നു. Not only for the 12 apostles, but for his whole church in every place, in every age. അത് ഈ 12 അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളതല്ല, സാർവലൗകികമായ വിശുദ്ധ സഭയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദത്തവും പ്രവചനവുമാണത്. Today God's church does indeed stretch to the ends of the earth. ഇന്ന് ദൈവത്തിന്റെ സഭ ലോകവ്യാപകമായി പരന്നു കിടക്കുന്നു. But there are many places where people do not know Jesus. എന്നാൽ ഇന്നും യേശുവിനെ അറിയാത്ത പല ഇടങ്ങളുണ്ട്. There are still places where Jesus sends us to be his witnesses. ഇന്നും യേശുവിന്റെ സാക്ഷികളാകുവാൻ യേശു നമ്മെ അയക്കുവാൻ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. And my friends, my message to you today is that if you are a member of his family, he wants you to be his witness. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വൈകുന്നേരം നിങ്ങളോടുള്ള എന്റെ സന്ദേശം എന്ന് പറയുന്നത്, യേശുവിന്റെ ഭവനക്കാർ എന്നുള്ള നിലയിൽ അവന്റെ സാക്ഷികളായി തീരുവാൻ അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. He wants you to speak about him. He wants you to live like him. യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ മാത്രമല്ല, യേശുവിനെ പോലെ ജീവിക്കുവാൻ അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. He wants you to live and to love like him in the power of his Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിനെ പോലെ ജീവിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. That is what he wants every one of us here today to do. അതാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന നാം ഓരോരുത്തരും ചെയ്യണമെന്ന് യേശു ആഗ്രഹിക്കുന്നത്. He wants us to tell other people about him.
യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് നാം പറയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. He wants us to live and love like him. യേശുവിനെ പോലെ ജീവിക്കുന്നതിനും യേശുവിനെ പോലെ സ്നേഹിക്കുന്നതിനും നമുക്ക് കഴിയണമെന്ന് യേശു തമ്പുരാൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. So that other people can join his family too. അതുകൊണ്ട് മറ്റുള്ളവർക്കും ഈ യേശുവിന്റെ ഭവനക്കാരായി തീരുവാൻ കഴിയും. He wants us to be his witnesses and he gives us power to be his witnesses by his Holy Spirit. അവന്റെ സാക്ഷികളാകുവാൻ അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ സാക്ഷ്യ നിർവഹണത്തിന് ആവശ്യമായുള്ള ശക്തി അവൻ നമുക്ക് പകരുകയും ചെയ്യുന്നു. He wants you to be his witnesses here in Kerala. ഈ കേരളത്തിൽ കർത്താവിന്റെ സാക്ഷികളാകുവാൻ അവൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. At home, in your village, in your town, at work. വീട്ടിലും നാട്ടിലും നമ്മുടെ പ്രവൃത്തി മേഖലകളിലും കർത്താവിന്റെ സാക്ഷികളാകുവാൻ. At school, amongst your neighbors, amongst your friends. നിങ്ങളുടെ വിദ്യാലയങ്ങളിലും നിങ്ങളുടെ അയൽവക്കങ്ങളിലും നിങ്ങളുടെ സ്നേഹിതന്മാരുടെ മധ്യത്തിലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ. But he doesn't just want you to be his witnesses in Kerala, but elsewhere in India. എന്നാൽ യേശു തമ്പുരാൻ ഈ കേരളത്തിൽ മാത്രം നമ്മുടെ സാക്ഷികളാകണമെന്നല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഈ സാക്ഷ്യം വഹിക്കണം എന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. And to the ends of the earth. ഭൂലോകത്തിന്റെ അതിർത്തിയോളം ഈ സാക്ഷ്യം വഹിക്കണം. Jesus still says to us, you will be my witnesses to the ends of the earth. യേശു തമ്പുരാൻ ഇന്നും നമ്മോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന്. And just as the apostle Thomas came here to share the good news with your ancestors. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ നമ്മുടെ പൂർവികരോട് സുവിശേഷം പങ്കുവെക്കുവാൻ ഇവിടെ എത്തിയതുപോലെ, So Jesus calls some of you to go to the ends of the earth for him. യേശു തമ്പുരാൻ നിങ്ങളിൽ ചിലരെ ഈ ലോകത്തിന്റെ അതിർത്തിയോളം കർത്താവിന്റെ സുവിശേഷവുമായി പോകുവാൻ ക്ഷണിക്കുകയാണ്. Are you someone he is calling to go to the ends of the earth for him today? അവന് വേണ്ടി ലോകത്തിന്റെ അതിർത്തിയോളം പോകുവാൻ കർത്താവ് വിളിക്കുന്നവരിൽ ഒരാൾ നിങ്ങളിൽ ഒരാളാണോ? In my country, we used to send many people to share the good news in other countries. ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും സുവിശേഷം അറിയിക്കുവാനായി അനേകം മിഷണറിമാരെ ഞങ്ങൾ അയച്ചിരുന്നു. And we still do. ഇന്നും ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. But we so need to receive people from Asia and Africa who will share the good news with us. എന്നാൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഈ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള സാക്ഷികളെ ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. People who will live like Jesus amongst us and make his presence known again. ഞങ്ങളുടെ മധ്യത്തിൽ യേശുവിനെ പോലെ ജീവിച്ച് യേശുവിന്റെ സാന്നിധ്യം അറിയിക്കുന്ന സാക്ഷികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. Where might God be sending you? എവിടെയായിരിക്കും കർത്താവ് നിങ്ങളെ അയക്കുന്നത്? I don't know. എനിക്കറിഞ്ഞുകൂടാ. It may be to your next door neighbor. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളിന്റെ അടുത്തേക്കായിരിക്കാം. It may be to the end of the world. ഒരുപക്ഷെ ലോകത്തിന്റെ അതിർത്തിയോളമാവാം. But I do know he is sending you somewhere. എന്നാൽ ഞാൻ ഒന്നറിയുന്നു, കർത്താവ് നിങ്ങളെ എങ്ങോട്ടോ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. Because he sends his whole church to be his witnesses in the power of his Spirit to the ends of the earth. എന്തുകൊണ്ടെന്നാൽ തന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ലോകത്തിന്റെ അതിർത്തിയോളം തന്റെ സാക്ഷികളാകുവാൻ അയക്കുന്നതിന് യേശു ആഗ്രഹിക്കുന്നു. Jesus says to us today, ഇന്ന് യേശു നമ്മോട് പറയുകയാണ്, you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. That is the theme of this great Mariman convention. ഈ മഹത്തായ മാരാമൺ കൺവെൻഷന്റെ ചിന്താവിഷയം അതാണ്. That is Jesus' prophecy over us. അതാണ് യേശുവിന് നമ്മുടെ മേലുള്ള പ്രവചനം. You will be my witnesses. നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും. And that is his command to us. അത് കർത്താവ് നമുക്ക് നൽകുന്ന ആജ്ഞയാണ്. Be my witnesses. നിങ്ങൾ എന്റെ സാക്ഷികളാവുക. But he does not send us to that task alone. എന്നാൽ കർത്താവ് നമ്മളെ ആ ഒരു നിയോഗം തന്ന് അങ്ങ് വെറുതെ അയക്കുകയല്ല. He is risen from the dead. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He gives us the apostles' teaching. അവൻ നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളുടെ വലിയ നിരകൾ നൽകിയിരിക്കുന്നു. He empowers us by his Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ അവൻ നമ്മെ ശാക്തീകരിച്ചിരിക്കുന്നു. He tells us that we will be his witnesses to the very ends of the earth. ഭൂമിയുടെ അതിർത്തിയോളം അവന്റെ സാക്ഷികളാകുവാൻ നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. And he promises that he will never leave us, never forsake us while we do that. ഈ നിയോഗം തരുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അനാഥരായി വിടുകയില്ല എന്ന്. May he give us grace to hear his voice. കർത്താവിന്റെ ശബ്ദമായിരിക്കുവാനുള്ള കൃപ അവൻ നമുക്ക് നൽകട്ടെ. To obey his promise. അവന്റെ വാഗ്ദത്തങ്ങളെ അനുസരിക്കുവാനുള്ള കൃപ നമുക്ക് നൽകട്ടെ. To trust his command, to obey his command. കർത്താവിന്റെ ആജ്ഞകളെ സ്വീകരിക്കുന്നതിനും അനുസരിക്കുന്നതിനുമുള്ള കൃപ നമുക്ക് നൽകട്ടെ. To speak for him. അവന് വേണ്ടി സംസാരിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകട്ടെ. To live like him.
അവനെ പോലെ ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് to നൽകട്ടെ. love like him, അവനെ പോലെ സ്നേഹിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകട്ടെ. as his witnesses, അവൻ നമ്മളോട് അവന്റെ സാക്ഷികളാകുവാൻ പറയുകയാണ്. wherever he sends us, എവിടെ നമ്മളെ അയച്ചാലും അവിടെ സാക്ഷികളാകുവാൻ, for the glory of his holy name. അവന്റെ വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി അവന്റെ സാക്ഷികളാകുവാൻ കർത്താവ് നമ്മോട് പറയുന്നു. Amen. ആമേൻ.